ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന പ്ലാസ്റ്റിക് ഡബ്ബകൾ ഉണ്ടാകുമല്ലോ. നമ്മളിങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി മേടിക്കുന്ന പ്ലാസ്റ്റിക് ഡബ്ബകൾ. അപ്പം അത് കേടായി പോകുന്ന ആ പാത്രങ്ങൾ കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് ഇൻഡോർ പോട്ട്സിൻ്റെ ഐഡിയാസുകളാണ്. അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതുപോലെയുള്ളൊരു പാത്രം കൊണ്ടാണ് ഞാൻ ഫസ്റ്റ് മോഡൽ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു മൂടിയൊക്കെ ആകെ പൊട്ടിപ്പോയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു പോട്ട് ഉണ്ടാക്കാമെന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിൻ്റെ മൂടി നമുക്ക് ആവശ്യമില്ല കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലുള്ളൊരു ജൂട്ടാണ്. അപ്പോൾ ആ ജൂട്ട് ഈ ഒരു പാത്രത്തുമ്മ ഫുള്ളായിട്ട് നമുക്ക് ചുറ്റിയെടുക്കുകയാണ് വേണ്ടത്. പിന്നെ ഇത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഫെവിക്കോളാണ്. അപ്പോൾ ഫെവിക്കോളാണ് നല്ല രീതിയിൽ തന്നെ അത് ഒട്ടി വന്നിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് ഗ്ലൂ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കണം. പിന്നെ ഈ ജൂട്ട് ഇങ്ങനെ ചുറ്റിയെടുത്ത് വന്നാൽ മതി. ഇടയ്ക്ക് ഒരു സെൻറ്ററൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ ഗ്ലൂവ് തേച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ ആയൊരു പാത്രം നന്നായിട്ട് ഞാൻ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് അതിൻ്റെ മേലെയുള്ള ചെറിയ നാരുകളൊക്കെ ഉണ്ടാകുമല്ലോ ഈ ജൂട്ടിൻ്റെ മേലെ, അതൊക്കെ ഒന്ന് ജസ്റ്റ് നമുക്ക് വെട്ടിക്കൊടുക്കാം. ഇനി ഇതുപോലെയുള്ളൊരു PVC പൈപ്പാണ് വേണ്ടത്. അപ്പം PVC പൈപ്പ് വേണമെന്ന് തന്നെ നിർബന്ധമില്ല, നമുക്ക് ഇതുപോലെയുള്ള ഏതൊരു സ്റ്റിക്ക് വേണമെങ്കിലും ഇതിന് ഉപയോഗിക്കാം. ഇനി ഇതിനും നല്ല രീതിയിലൊന്ന് ജൂട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു PVC പൈപ്പുമ്മ ഫുള്ളായിട്ട് ജൂട്ട് ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ പാത്രത്തിൻ്റെ അടിയിൽ കുറച്ച് ഹോളിട്ട് കൊടുക്കണം. എന്നുവെച്ചാൽ നമ്മൾ പ്ലാന്റ്സ് വെച്ച് കൊടുക്കുമ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ അത് വെള്ളം പോകാൻ വേണ്ടിയിട്ടാണ് അത് ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഹോൾസ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെയുള്ളൊരു മെറ്റൽ സ്റ്റിക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് പഴയൊരു പപ്പടക്കോലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ജസ്റ്റ് പോട്ടി മിക്സ് നിറച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു PVC പൈപ്പ് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് താഴ്ത്തി വെക്കാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ പ്ലാന്റ്സ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ മണി പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു വർക്കാണിത്. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും. പക്ഷേ നമ്മൾ ശരിക്കും ഇങ്ങനെ കേടാവുന്ന പാത്രങ്ങളൊക്കെ ആക്രിക്കാരനൊക്കെ കൊടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വെറുതെ കളയും, അങ്ങനെയൊക്കെയാണ് ചെയ്യുക. പക്ഷേ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു മോഡലൊക്കെ ആക്കിയെടുക്കാൻ പറ്റും എന്നാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇപ്പോൾ തന്നെ ഞാൻ പ്ലാന്റ്സൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് മണി പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ ആ ഒരു ജൂട്ടുമ്മ പടർന്ന് വന്നോളൂ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നമുക്കിത് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടൊക്കെ വെക്കാൻ പറ്റും. ഇനി രണ്ടാമതായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലെയുള്ളൊരു പാത്രം കൊണ്ടാണ്. ഇതും വളരെ പഴയൊരു പാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു മൂടി നമുക്ക് ആവശ്യമില്ല. പിന്നെ ഇതിന് നമുക്ക് വേണ്ടത് ഒരു കയറാണ് വേണ്ടത്. അപ്പോൾ ആ കയറ് ഈ ഒരു പാത്രത്തുമ്മ നല്ല രീതിയിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോട്ട് ഗ്ലൂ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. കയറായതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു ഗ്ലൂ ഇതിന് ഉപയോഗിക്കാൻ പറ്റില്ല. ഫെവിക്കോൾ കൊണ്ടൊന്നും ഇത് ഒട്ടില്ല. അപ്പോൾ ഹോട്ട് ഗ്ലൂ തന്നെ എന്തായാലും ഇതിന് വേണ്ടി വരും കേട്ടോ. ഇപ്പം ഞാൻ ആ ഒരു പാത്രത്തുമ്മ ഈ കയറ് ഫുള്ളായിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്.
ഇനി അതിൻ്റെ മേലെയുള്ള ആ ഒരു നാരുകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പോട്ട് ഞാൻ ഇതിലേക്ക് ഇറക്കി വെക്കാണ് ചെയ്തിട്ടുള്ളത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പോട്ടിലേക്ക് പോട്ട് മിക്സ് നിറച്ച് കൊടുത്തിട്ട് വേറൊരു പ്ലാന്റ്സ് നമുക്ക് ഇതിൽ നേരിട്ട് വെച്ച് കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്ത പോലെ ഇതിൻ്റെ താഴെ കുറച്ച് ഹോൾസുകൾ ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതും നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പോട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ നിങ്ങളുടെ വീടുകളിലുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ചെറിയൊരു വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ.